ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ യുവരാജ് സിംഗുമായി തനിക്കുള്ള ബന്ധം വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ജിസേൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം നൽകിയ ഒരു ഇന്റർവ്യൂവിലായിരുന്നു ജിസേൽ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നത്. അവതാരികയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ക്രിക്കറ്റ് താരമായ യുവരാജ് സിംഗുമായി താങ്കൾക്കുള്ള ബന്ധം എന്താണെന്ന് തുറന്നു പറയാമോ എന്ന്. യുവരാജ് സിംഗും ഞാനും സുഹൃത്തുക്കളാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ക്രിക്കറ്റേഴ്സും ഒരുപാട് മോഡൽസും എല്ലാമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടെ ചിൽ ചെയ്യാറുണ്ട്. പാർട്ടി, പബ് എന്നിങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ അങ്ങനെയൊക്കെ ആയി എന്നാണ് ജിസേൽ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ജിസേലിൻ്റെ മുൻ കാമുകനാണ് യുവരാജ് സിംഗ് എന്നുള്ളതെല്ലാമായിരുന്നു പടച്ചു വിട്ടിരുന്നത്. എന്നാൽ തൻ്റെ കാമുകനാണ് എന്നുള്ളത് ജിസേൽ തുറന്നു പറഞ്ഞില്ല. അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് ജിസേൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ട്രസായ ലക്ഷ്മി റായും ജിസേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും ജിസേൽ തുറന്നു പറഞ്ഞു. ജിസേൽ ബിഗ് ബോസിലായിരുന്ന സമയത്തും ജിസേലിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ടിരുന്നത് ലക്ഷ്മി റായ് തന്നെയായിരുന്നു. ജിസേലിന് ബോംബെയിൽ വെച്ച് ആദ്യമായി ലഭിച്ച ഫ്രണ്ടായിരുന്നു ലക്ഷ്മി റായ്. ലക്ഷ്മി റായ് ആ സമയത്ത് കേരളത്തിലെല്ലാം ഒരുപാട് പടങ്ങൾ ചെയ്ത് ഹിറ്റിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു. പല ഷൂട്ടിംഗ് ഇടങ്ങളിലെല്ലാം ജിസേലിനെ കൊണ്ടുപോയിട്ട് പല കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിസേലിനെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലെല്ലാം നൽകിക്കൊണ്ടിരുന്നത് ലക്ഷ്മി റായ് ആയിരുന്നു. ലക്ഷ്മി റായ് എനിക്ക് ഒരു മൂത്ത സിസ്റ്ററെ പോലെയാണ് എന്നായിരുന്നു ജിസേൽ പറഞ്ഞിരുന്നത്. 10 വർഷത്തോളമായി അവളാണ് ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അവൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് തിരിച്ചും. ഞാനും അവളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നിട്ടുണ്ട്. അവൾ എനിക്ക് നല്ലൊരു സുഹൃത്തും നല്ലൊരു സഹോദരിയുമാണ് എന്നായിരുന്നു ജിസേൽ പറഞ്ഞിരുന്നത്. ബിഗ് ബോസിലിരിക്കുമ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും ജിസേലിന് ആരാധകർ ഏറെ തന്നെയാണ്. ജിസേൽ ശരിക്കും ഒരു ബോൾഡായ ലേഡി തന്നെയാണ്. കാരണം ഒരുപാട് നെഗറ്റീവ്സുകളെല്ലാം ജിസേലിന് നേരെ തിരിഞ്ഞപ്പോഴും ജിസേൽ തളരാതെ തകരാതെ നിൽക്കുകയായിരുന്നു. മലയാളികൾക്ക് ഇപ്പോൾ സുപരിചിതമായ ഒരു മുഖം തന്നെയാണ് ജിസേൽ. ജിസേലിൻ്റെ ചില ഡയലോഗുകളെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തമാശകരമായി തോന്നും. അത്രയ്ക്കും ഫണ്ണിയും അത്രയ്ക്കും എൻ്റർടൈനറുമായിരുന്നു ജിസേൽ. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് എല്ലാം അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.